ഹേയ് സിനിമയിൽ തപ്പല്ലാർക്കിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമ മെയ് 1 റിലീസ് ചെയ്തതാണല്ലോ. സിനിമയുടെ ബുക്കിംഗൊക്കെ നമ്മുടെ UAE സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ ബുക്കിംഗ് അടുത്ത ആഴ്ചയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്രശാന്ത് നീൽ NTR ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ചെയ്താൽ വന്നിരിക്കുന്നത് 2027 ജൂൺ മാസം 11 സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് മെയ് 20 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വൻ പരിപാടി തന്നെ ആവട്ടെ. നമ്മുടെ സലാറിലൊക്കെ കാണുന്ന പോലെ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഒരു യൂണിവേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു ഇതും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. തമിഴിൽ നിന്ന് അടുത്തായിട്ട് വൻ ഹൈപ്പോടെ എത്തുന്ന ചിത്രമായിരിക്കും ജയിലർ 2. സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് നമ്മുടെ രജനികാന്തിൻ്റെ മോനെ കാണാം. അദ്ദേഹം നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി മരിച്ചാണ്. ഈ പാർട്ടിൽ പിന്നെയും കാണുമ്പോൾ നമ്മുടെ വർമ്മൻ ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഫ്ലാഷ് ബാക്ക് പരിപാടി എന്തായാലും സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു കിടിലൻ ചിത്രം തന്നെ ആവട്ടെ. നമ്മുടെ ലാലേട്ടനും എല്ലാവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിൻ്റെ D-152 എന്ന ചിത്രത്തിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഈ ഒരു ആഴ്ചയിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ദിലീപ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അധികം തമിഴ് സിനിമകളിലും അന്യഭാഷ സിനിമകളിലൊന്നും വരാത്തൊരു നടനാണല്ലോ നമ്മുടെ ദിലീപ്. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു 24 വർഷമായി ഒരു തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും അങ്ങനെ സജീവമാകാൻ പോണു. നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഒപ്പമാണ് അടുത്ത സിനിമ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ദിലീപിനെ ഒരു തമിഴ് ചിത്രത്തിൽ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ അനുരാഗ് കശ്യപിൻ്റെ അടുത്ത ഡയറക്ഷന് എത്തുന്ന ചിത്രം നമ്മുടെ ആസിഫ് അലിയുടെ ഒപ്പമാണെന്നുള്ള റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണെങ്കിൽ അത് ഒരു കിടിലൻ കോംബോ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ സിനിമയ്ക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ധുരന്തർ 2 എന്ന സിനിമ അങ്ങനെ OTTയിലേക്ക് എത്തുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് മാസം സിനിമ റിലീസ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.